ഹലോ, ഇന്ന് നമുക്ക് ഉണ്ടാക്കാം ബ്രെഡ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പി. ഓക്കെ, ഇത് നമുക്ക് ഉണ്ടാക്കാൻ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് എപ്പോഴെങ്കിലുമൊക്കെ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകുമല്ലോ. അപ്പോൾ ഒത്തിരി ബ്രെഡൊക്കെ പൊട്ടിപ്പോകാറുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് ഈ പൊട്ടിപ്പോയ ബ്രെഡ് ഉണ്ടല്ലോ എല്ലാം മിക്സിയിൽ ജാറിനകത്ത് ഇട്ടിട്ട് നല്ല മാതിരി ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇത് നല്ല മാതിരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അളന്ന് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഒരു 1.5 കപ്പ്, ഇത് 250 ml ആണ്, ഒരു 1.5 കപ്പ് ബ്രെഡിൻ്റെ പൊടി നമുക്ക് മാറ്റി മറ്റൊരു ബൗളിലേക്ക് എടുക്കാം. എപ്പോഴും വീട്ടിൽ കാണുന്ന ഈ സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ഏറ്റവും രുചിയുള്ള ഈ ഒരു നല്ല സോഫ്റ്റ് ഡിഷ് ഉണ്ടാക്കാം. 1 കപ്പ് അളന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പും കൂടി അളന്ന് അതിലേക്ക് ചേർക്കാം. കാണുന്നതിനൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഷെയറും ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. ഓക്കെ, അളന്നെടുത്ത ബ്രെഡിൻ്റെ പൊടി 1.5 കപ്പ് പൊടി ഞാനിത് മിക്സി ജാറിലേക്ക് വീണ്ടും എടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ എടുക്കാം കേട്ടോ. ഇനി നമുക്കത് രണ്ടും കൂടിയിട്ടോ നല്ല മാതിരി ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ചെറിയ ജാറെടുത്തിട്ട്, മിക്സിയുടെ ജാറെടുത്തിട്ട് ഒരു 1/2 കപ്പ് നാളികേരം തിരുമ്മിയത് എടുക്കാം കേട്ടോ. അതും കൂടി ആ ജാറിനകത്ത് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് നല്ല മാതിരി പൊടിച്ചെടുക്കാം. നാളികേരം നല്ല മാതിരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. അത് നമുക്ക് നല്ല മാതിരി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് നല്ല മാതിരി തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊന്ന് തണുക്കാൻ വയ്ക്കാം. നല്ല മാതിരി തണുത്ത് കഴിഞ്ഞതിന് ശേഷം ബ്രെഡിൻ്റെ പൗഡറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് പാലും ബ്രെഡിൻ്റെ പൗഡറും കൂടിയിട്ട് നല്ല മാതിരി ഒന്ന് മിക്സ് ചെയ്യാട്ടോ. നല്ല മാതിരി ഒരു കുഴമ്പ് മാതിരി ആക്കി വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് അതിനെ റെസ്റ്റ് ചെയ്യാൻ വച്ചേക്കാം കേട്ടോ. വീണ്ടും ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കിസ്മിസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചതും കൂടി ചേർക്കാനേ. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. കളറൊന്ന് മാറുമ്പോൾ നമുക്ക് തേങ്ങ ഗ്രേറ്റ് ചെയ്ത് ഒന്ന് പൊടിച്ച് വെച്ച് ഒന്നുകൂടി ചേർക്കാം കേട്ടോ. അതും കൂടി ഇട്ട് നല്ല മാതിരി ഒരു കളർ മാർത്താക്കാവുന്ന ഒന്ന് ചൂടാക്കിയെടുക്കുക. നല്ല മാതിരി ചൂടാകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ. അത് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി പഞ്ചസാര ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ആവറേജ് ലെവലിൽ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നല്ല മാതിരി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പൗഡർ പാലുമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം കേട്ടോ. എന്നിട്ട് അത് നല്ല മാതിരി ഒന്ന് ചൂടാക്കുക കേട്ടോ. നല്ല മാതിരി ഒന്ന് മിക്സ് ചെയ്തിട്ട് എളുപ്പത്തിലൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അടി പിടിക്കാതെ മിക്സ് ചെയ്യണേ. വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത് മാതിരി നല്ല മാതിരി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് മാതിരി പാനിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല മാതിരി ഫ്ലോ വേണം അതിനകത്ത്. എന്നിട്ട് അല്പം ഏലക്ക ചേർക്കുക. 2-3 ഏലക്ക പൊട്ടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. വളരെ എളുപ്പത്തിലുള്ള റെസിപ്പിയാണിത്. ഇത് കുട്ടികൾക്കൊക്കെ എളുപ്പം ഇഷ്ടപ്പെടുന്നതാണ്. 4 മണി പലഹാരമായിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അത് ഇതുമാതിരി എപ്പോഴെങ്കിലും ബ്രെഡ് ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് വേസ്റ്റായിട്ട് കളയണ്ട. ഇതുമാതിരി ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഡിഷ് നമുക്ക് വളരെ സ്വാദായിട്ട് ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. അടുത്തതായിട്ട് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തു. അതിൽ അല്പം നെയ്യ് പുരട്ടുന്നുണ്ട്. പുരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ബ്രെഡിൻ്റെ മസാല കൂട്ടൊന്ന് അതിൽ പ്ലേറ്റിലേക്ക് വയ്ക്കാം. എന്നിട്ട് നല്ല മാതിരി ഒന്ന് സെറ്റ് ചെയ്തോളൂ കേട്ടോ. അത്
അരിവൊക്കെ നല്ലമാതിരി ലെവൽ വരുത്തിയിട്ട് അതിന് ഒന്ന് സെറ്റ് ചെയ്യുക. ഞാനല്പം ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ തണുക്കാൻ വെച്ചേക്കുക. നല്ലമാതിരി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പിൽ, നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന അരിയുടെ ഹൽവ മാതിരി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വളരെ അധ്വാനമൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ അത്. ഓക്കെ, ഇനി അടുത്ത ഒരു റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.